പശ്ചിമേഷ്യയിൽ യുദ്ധം കനത്തപ്പോൾ രാജ്യത്ത് ഇന്ധന ലഭ്യത ഇല്ലാതെയാകുമെന്ന ആശങ്ക ഉണ്ടായിരുന്നു എങ്കിലും 6 മാസത്തേക്കുള്ള സ്റ്റോക്ക് ഉണ്ടെന്ന കേന്ദ്ര സർക്കാർ പ്രഖ്യാപനം ആളുകൾക്ക് ആശ്വാസമായിരുന്നു. എന്നാൽ അത് വെറും പാഴ്വാക്കായിരുന്നു എന്ന് ഇപ്പോൾ തെളിയുകയാണ്. ഒരു മാസം ആകുന്നതിന് മുൻപ് തന്നെ പ്രതിസന്ധി ആരംഭിച്ചു തുടങ്ങിയിരിക്കുകയാണ്. രാജ്യത്തെ പ്രധാന പട്ടണങ്ങളിൽ എല്ലാം തന്നെ ഹോട്ടലുകൾ അടച്ചു തുടങ്ങിയിരിക്കുന്നു. വാണിജ്യ സിലിണ്ടർ വിതരണം നിർത്തിയിരിക്കുന്നുവെന്ന വിവരമാണ് ഹോട്ടലുകളിൽ നിന്ന് ലഭിക്കുന്നത്. ഇതിന് കാരണമായി കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഗാർഹിക സിലിണ്ടറുകൾക്ക് മുൻഗണന നൽകിയ ശേഷമേ വാണിജ്യ സിലിണ്ടർ നൽകുകയുള്ളൂ എന്നാണ്. എന്നാൽ വാണിജ്യ സിലിണ്ടർ വിതരണം നിലച്ചത് വലിയ തോതിൽ ആളുകളെ ദോഷമായി ബാധിക്കും. റെസ്റ്റോറന്റ് നടത്തുന്നവർക്കും അവിടെ ജോലി ചെയ്യുന്നവർക്കും പ്രതിസന്ധിയാകുന്നതിന് പുറമെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കുവാനായി ചെല്ലുമ്പോൾ മുമ്പിൽ അടഞ്ഞുകിടക്കുന്ന കടകൾ മാത്രമേ കാണുകയുള്ളൂ. 2 ദിവസമായി കർണാടകയിൽ പ്രതിസന്ധി രൂക്ഷമായിരുന്നു. എന്നാൽ ഇന്നു മുതൽ കേരളത്തിലും റെസ്റ്റോറന്റുകൾക്ക് LPG ലഭിക്കാതെ വന്നിരിക്കുന്നു. ഗാർഹിക സിലിണ്ടറുകൾക്ക് മുൻഗണന നൽകുമെന്ന വാഗ്ദാനമുണ്ടെങ്കിലും അധിക ദിവസങ്ങൾ ആ വാഗ്ദാനത്തിന് നിലനിൽപ്പുണ്ടാകില്ല. കാരണം അത്രയധികം രൂക്ഷമാണ് LPG ക്ഷാമം എന്ന സൂചനയാണ് നിലവിലെ സാഹചര്യം കൊണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 25 ദിവസം മുൻകൂട്ടി ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഗാർഹിക സിലിണ്ടർ ലഭിക്കുകയുള്ളൂ എന്ന നിബന്ധന വന്നു കഴിഞ്ഞു. ഗാർഹിക സിലിണ്ടറിന് 60 രൂപയും വാണിജ്യ സിലിണ്ടറിന് 114 രൂപ 5 പൈസയും വർദ്ധിപ്പിച്ചു. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുകയും യുദ്ധം നിലയ്ക്കാത്ത സാഹചര്യം തുടരുകയും ചെയ്താൽ വലിയ പ്രതിസന്ധിയായിരിക്കും അഭിമുഖീകരിക്കേണ്ടി വരിക. ഇപ്പോൾ ഉറപ്പ് നൽകുന്ന ഗാർഹിക സിലിണ്ടറിന്റെ കാര്യത്തിൽ പോലും വലിയ നിബന്ധനകൾ ഉണ്ടായേക്കാം. ഒരു LPG സിലിണ്ടർ നിറച്ച് കിട്ടുവാനായി നാളുകൾ കാത്തിരിക്കുകയും നീണ്ട ക്യൂ നിൽക്കേണ്ടിയും വന്നേക്കാം. ഈ സമയം സ്വാഭാവികമായി ചോദിക്കുന്ന കാര്യം റഷ്യയിൽ നിന്ന് എണ്ണ എത്തുന്നില്ലേ എന്നാണ്. റഷ്യയിൽ നിന്ന് എത്തുന്ന എണ്ണ രാജ്യത്തിന്റെ ഭാഗികമായ ആവശ്യം മാത്രമേ നിറവേറ്റുന്നുള്ളൂ. ക്രൂഡ് ഓയിൽ പ്രതിസന്ധി ആദ്യം തന്നെ LPGയെ ബാധിച്ചിരിക്കുന്നതിന് പ്രധാന കാരണം ക്രൂഡ് ഓയിൽ വേർതിരിക്കുമ്പോൾ 45% പെട്രോൾ കിട്ടും, 25% മുതൽ 29% വരെ ഡീസൽ കിട്ടും. എന്നാൽ 1% മുതൽ 4% വരെ LPG ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് രാജ്യത്തെത്തുന്ന എണ്ണയിൽ നിന്ന് വളരെ കുറച്ച് LPG വാതകം മാത്രമേ വേർതിരിച്ചെടുക്കുവാൻ കഴിയുകയുള്ളൂ. മികച്ച ക്വാളിറ്റിയുള്ള എണ്ണയ്ക്ക് മാത്രമേ 4% LPG നൽകുവാൻ കഴിയുകയുള്ളൂ. പശ്ചിമേഷ്യയിൽ നിന്ന് എത്തുന്ന എണ്ണയാണ് ഈ ആവശ്യം നിറവേറ്റി തന്നിരുന്നത്. റഷ്യയിൽ നിന്ന് എത്തുന്ന എണ്ണയുടെ നിലവാരം കുറവായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുവാൻ കഴിയുന്ന LPGയുടെ അളവ് കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഊർജ്ജ പ്രതിസന്ധി ഇത്ര വേഗത്തിൽ തന്നെ LPGയെ ബാധിച്ചിരിക്കുന്നത്. ഭക്ഷണം തയ്യാറാക്കുവാൻ രാജ്യത്തെ എല്ലാ ആളുകളും തന്നെ ഇന്ന് LPG ആണ് ഉപയോഗിക്കുന്നത്. വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന ഇൻഡക്ഷൻ കുക്കർ ഉൾപ്പെടെയുള്ളവ വലിയ തോതിലുള്ള ഇലക്ട്രിസിറ്റി ബില്ല് വരുത്തി വയ്ക്കും. അതുകൊണ്ട് LPG ലഭ്യത പരിമിതമായാൽ വിറക് കത്തിച്ച് കഞ്ഞി വെക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തും. എന്നാൽ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ 60% ജനങ്ങൾക്കും അത് അപ്രായോഗികവുമാണ്. റെസ്റ്റോറന്റുകളെ സംബന്ധിച്ച് നിലവിലെ പ്രതിസന്ധി കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടുള്ളതല്ല. LPG അല്ലാതെ മറ്റൊരു മാർഗവും അവരുടെ മുന്നിലില്ല. 10-15 സിലിണ്ടറുകൾ ദിവസവും ഉപയോഗിച്ചിരുന്ന റെസ്റ്റോറന്റുകൾക്ക് ഒരു സിലിണ്ടർ പോലും ദിവസം ലഭിക്കുന്നില്ല. കരിഞ്ചന്തയിൽ പോലും സിലിണ്ടർ ലഭിക്കുന്നില്ല എന്ന് അവർ പറയുന്നു. പല റെസ്റ്റോറന്റുകളും നിലനിന്നു പോകാൻ അവരുടെ മെനു ചുരുക്കി ഒരു വിഭവം, ഉദാഹരണത്തിന് ഊണ് മാത്രം നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇറാൻ ഇപ്പോൾ ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ കൊങ്ങായിക്കാണ് പിടിമുറുക്കിയിരിക്കുന്നത്. ഇതുവഴി ഊർജ്ജ പ്രതിസന്ധിയിലാകുന്ന കിഴക്കനേഷ്യൻ രാജ്യങ്ങളുടെ ഉൾപ്പെടെ സമ്മർദ്ദം ഇസ്രായേലിനും US-നും ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമെന്ന് ഇറാൻ അറിയാം. അതുവഴി ആണവ സമ്പുഷ്ടീകരണം നടത്തുവാനുള്ള ഇറാന്റെ ലക്ഷ്യത്തിന് മുൻപിൽ US-നെ മുട്ടുകുത്തിക്കുവാൻ കഴിയുമെന്ന് ഇറാൻ പദ്ധതിയിടുന്നു. ഏതായാലും പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ ഇങ്ങ് കേരളത്തിൽ നമ്മുടെ അടുക്കളയിലും നിത്യജീവിതത്തിലും ദോഷമായി ബാധിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ്.